നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഫിനാൻഷ്യൽ എക്സ്പ്ലെയിനറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീകോഡ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേബിൾ നിർമ്മാതാക്കളായ പോളിക്യാബ് ഇന്ത്യയെക്കുറിച്ചാണ്. വരുമാനത്തിന്റെ കാര്യത്തിൽ അവർക്കൊരു വമ്പൻ റെക്കോർഡ് വർഷമായിരുന്നത്, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അതിനകത്ത് വളരെ കൗതുകകരമായ ഒരു സാമ്പത്തിക വൈരുദ്ധ്യം ഒളിച്ചിരിപ്പുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, നമുക്ക് നേരിട്ട് തന്നെ കാര്യത്തിലേക്ക് കടക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കമ്പനി അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വരുമാനമുണ്ടാക്കുന്നു. പക്ഷേ അവരുടെ ഓരോ വിൽപ്പനയിൽ നിന്നുമുള്ള ലാഭം കുറയുന്നു. അതെങ്ങനെ ശരിയാകും, അല്ലേ? ഇതൊരു വലിയ ചോദ്യമാണ്. സത്യത്തിൽ പോളിക്യാബിൽ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു വടംവലിയാണ്. ഒരു വശത്ത് വോളിയവും വരുമാനവും ഇങ്ങനെ കുതിച്ചുയരുന്നു, എന്നാൽ മറുവശത്ത് ലാഭവിഹിതം, അതായത് മാർജിൻ, അവരെ താഴോട്ട് വലിക്കുന്നു. ഈ വലിയ സംഖ്യ ഒന്ന് ശ്രദ്ധിച്ചേ. 28,500 കോടി രൂപ. കഴിഞ്ഞ വർഷത്തേക്കാൾ 29% വമ്പൻ ടോപ്പ് ലൈൻ വളർച്ചയാണ് 2026 സാമ്പത്തിക വർഷത്തിൽ പോളിക്യാബ് നേടിയിരിക്കുന്നത്. വിപണിയിൽ അവരുടെ ആധിപത്യം എത്രത്തോളമുണ്ടെന്നും ഈ ബിസിനസിന്റെ സ്കെയിൽ എത്ര വലുതാണെന്നും മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ സംഖ്യ തന്നെ ധാരാളമാണ്. അത്രയ്ക്ക് ഭീമമാണ് അവരുടെ വളർച്ച. പക്ഷേ ഇവിടെയാണ് കളി മാറുന്നത്. ഇത്രയും ഭീമമായ വരുമാനമുണ്ടായിട്ടും അവരുടെ മാർജിനുകൾ ചുരുങ്ങുകയാണ്. മുൻവർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഗ്രോസ് മാർജിനിൽ 205 ബേസിസ് പോയിന്റും, എബിറ്റ മാർജിനിൽ 158 ബേസിസ് പോയിന്റും, പാറ്റ് മാർജിനിൽ 168 ബേസിസ് പോയിന്റും ഇടിവുണ്ടായി. അതായത് വോളിയം കൂടുമ്പോഴും ലാഭക്ഷമത കുറയുന്ന ആ വലിയ വടംവലി നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവിടെ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ മിസ്റ്ററി സോൾവ് ചെയ്യാൻ നമ്മൾ പ്രധാനമായും 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. 1. വരുമാന മാർജിൻ വൈരുദ്ധ്യം. 2. വയർ ആൻഡ് കേബിൾസിലെ ആധിപത്യം. 3. FMEG ഗ്രോത്ത് എഞ്ചിൻ. 4. വിപണിയിലെ റിസ്കുകൾ. ഒടുവിൽ പ്രൊജക്ട് സ്പ്രിങ്ങും ഭാവിയും. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഈ റവന്യൂ മാർജിൻ പാരഡോക്സ് അല്ലെങ്കിൽ വൈരുദ്ധ്യം. ഉയർന്ന അളവിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസ് വരുമാനം കൂട്ടുമെങ്കിലും റീറ്റെയിൽ വിൽപ്പനയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ലാഭം തീരെ കുറവായിരിക്കുമെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി പോളിക്യാബിന്റെ ടോപ്പ് ലൈൻ വരുമാനത്തെ മുന്നോട്ട് നയിക്കുന്ന വയർ ആൻഡ് കേബിൾസ് മേഖലയിലെ ആധിപത്യം. രാജ്യത്തെ മാക്രോ തലത്തിലുള്ള മാറ്റങ്ങൾ ഇതിൽ വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലെ മുന്നേറ്റം ഒന്ന് ശ്രദ്ധിക്കൂ. 2030 സാമ്പത്തിക വർഷത്തോടെ 500 ഗിഗാവാട്ട് പുനരുപയോഗ ഊർജ്ജമെന്ന രാജ്യത്തിന്റെ വമ്പൻ ലക്ഷ്യവും അതോടൊപ്പം കുതിച്ചുയരുന്ന ഡാറ്റാ സെന്ററുകളുടെ വളർച്ചയും കേബിളുകൾക്ക് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയൊരു ഡിമാൻഡാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. ഇതാണ് പോളിക്യാബിന്റെ പ്രധാന കരുത്ത്. ഇനി ഈ ഡിമാൻഡ് വിപണിയിൽ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അത് പോളിക്യാബാണ്. ഇന്ത്യയിലെ സംഘടിത കേബിൾ വിപണിയിൽ അവരുടെ വിഹിതം 30 മുതൽ 31% വരെയാണ്. GST കർശനമായതോടെ അസംഘടിത മേഖലയിലുള്ള ചെറിയ കമ്പനികൾ വിപണിയിൽ നിന്ന് പുറത്തുപോയത് പോളിക്യാബിന് ശരിക്കും വലിയൊരു ലോട്ടറിയായി മാറി എന്ന് തന്നെ പറയാം. വിപണിയുടെ 1/3 ഒരൊറ്റ കമ്പനിയുടെ കയ്യിലാണ് എന്നത് ചെറിയ കാര്യമല്ല. ഇനി മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. ചുരുങ്ങുന്ന മാർജിനുകൾ പരിഹരിക്കാൻ മാനേജ്മെന്റ് കൊണ്ടുവന്ന പുതിയ തന്ത്രം, ദി FMEG ഗ്രോത്ത് എഞ്ചിൻ. FMEG അഥവാ ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ നേരിട്ടുപയോഗിക്കുന്ന ഫാൻ, സ്വിച്ചുകൾ, LED ലൈറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ്. കേബിളുകളെ അപേക്ഷിച്ച് ഇതിൽ ലാഭം വളരെ കൂടുതലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ പോളിക്യാബ് എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലുടനീളമുള്ള തങ്ങളുടെ 4 ലക്ഷത്തിലധികം വരുന്ന ഇലക്ട്രീഷ്യന്മാരുടെ വലിയ നെറ്റ്വർക്ക് ഉപയോഗിച്ച് ഈ ഉയർന്ന മാർജിനുള്ള ഉൽപ്പന്നങ്ങൾ കൂടി അതിലൂടെ ക്രോസ് സെൽ ചെയ്യുകയാണ്. വളരെ ബുദ്ധിപരമായ നീക്കമല്ലേ? ഇനി ഈ താരതമ്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. എന്താണിതിൽ ഇത്ര കൗതുകമെന്ന് ചോദിച്ചാൽ, ഒരു ഭാഗത്ത് വയർ ആൻഡ് കേബിൾസ് 29 മുതൽ 30% വരെ വരുമാന വളർച്ച കാണിക്കുമ്പോഴും മാർജിൻ താഴേക്കാണ് പോകുന്നത്. എന്നാൽ FMEG വിഭാഗം നോക്കൂ, 39 മുതൽ 47% വരെ വലിയ വളർച്ച നേടുകയും അതിലെ എബിറ്റ മാർജിൻ 4% വർദ്ധിക്കുകയും ചെയ്തു. വ്യവസായ വളർച്ചയുടെ 1.5 മുതൽ 2 മടങ്ങ് വരെ വേഗത്തിൽ ഈ മേഖലയിൽ വളരാനാണ് അവർ ലക്ഷ്യമിടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മാർജിൻ ചുരുങ്ങാനും സ്റ്റോക്ക് വാല്യുവേഷനെ ബാധിക്കാനും കാരണമായ വിപണിയിലെ റിസ്കുകളും പ്രധാന വെല്ലുവിളികളും. പ്രധാനമായും 4 എക്സ്റ്റേണൽ റിസ്കുകളാണുള്ളത്. 1. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ അവരുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. 2. കോപ്പർ, അലുമിനിയം തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടാകുന്ന വൻ വ്യതിയാനങ്ങൾ. 3. ഇൻസ്റ്റിറ്റ്യൂഷണൽ സെയിൽസിൽ നിന്നുള്ള കുറഞ്ഞ മാർജിൻ സമ്മർദ്ദം. ഒപ്പം 4. 2024 ജനുവരിയിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡും 1 ലക്ഷം കോടി രൂപയുടെ കണക്കിൽപ്പെടാത്ത പണമിടപാടും സംബന്ധിച്ച ആരോപണങ്ങൾ വിപണിയിലെ വലിയൊരു റിസ്ക് ഫാക്ടറാണെന്ന് വെയിൽസ് ബുക്ക് റിപ്പോർട്ടും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇനി അവസാനത്തെ സെക്ഷനിലേക്ക് വരാം.
നിലവിലെ ഈ വെല്ലുവിളികളിൽ നിന്നും മാറി അടുത്ത 5 വർഷത്തേക്ക് പോളിക്യാബ് എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത് എന്ന് നോക്കാം. അതാണ് പ്രൊജക്ട് സ്പ്രിംഗ്. കമ്പനിയുടെ മുൻപത്തെ വമ്പൻ സ്ട്രാറ്റജിയായിരുന്ന പ്രൊജക്ട് ലീപ്പ് വോള്യം വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മാത്രമല്ല, അവർ അത് സമയത്തിന് മുൻപേ പൂർത്തിയാക്കുകയും ചെയ്തു. എന്നാൽ പുതിയ പ്രൊജക്ട് സ്പ്രിംഗ് ലക്ഷ്യമിടുന്നത് വെറുമൊരു വോള്യം വളർച്ചയല്ല, മറിച്ച് പ്രീമിയം ഉൽപ്പന്നങ്ങൾ, മൈക്രോ മാർക്കറ്റുകളിലേക്കുള്ള കടന്നുകയറ്റം, ഉയർന്ന ലാഭക്ഷമത എന്നിവയിലാണ്. വിപണിയിലെ തങ്ങളുടെ ബ്രാൻഡ് മൂല്യം ഒന്നുകൂടി പ്രീമിയമാക്കാനാണ് ഈ പുതിയ തന്ത്രം. പോളിക്യാബിന്റെ CFO ഗന്ധർവ് ടൊങ്കിയ പറയുന്ന ഈ വാക്കുകൾ വളരെ നിർണായകമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. അടുത്ത 5 വർഷത്തേക്ക് പ്രതിവർഷം 1200 മുതൽ 1600 കോടി രൂപ വരെയുള്ള മൂലധന നിക്ഷേപ പദ്ധതി സുസ്ഥിരമായ വളർച്ചയോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധതയാണ് കാണിക്കുന്നത്. അതെ, മൊത്തം 6000 മുതൽ 8000 കോടി രൂപയുടെ ഭീമമായ കാപ്പെക്സ് പ്ലാനാണിത്. ഇതിനൊപ്പം അവരുടെ പുതിയ 5 വർഷത്തെ ESG ലക്ഷ്യങ്ങളും 30% ഡിവിഡൻഡ് നൽകാനുള്ള മികച്ചൊരു ടാർഗറ്റും അവർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ക്രൂഷ്യലായ ഒരു പോയിന്റ് എന്താണെന്നാൽ, കമ്പനിയുടെ കയ്യിലിപ്പോൾ 4190 കോടി രൂപയുടെ വലിയൊരു നെറ്റ് ക്യാഷ് പൊസിഷനുണ്ട്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ഈ 5 വർഷത്തെ ബൃഹത്തായ വികസന പദ്ധതികൾക്ക് അവർക്ക് പുറത്തുനിന്ന് 1 രൂപ പോലും കടം വാങ്ങേണ്ടി വരില്ല. സീറോ ബോറോയിങ്. ഇതെല്ലാം അവരുടെ സ്വന്തം ഫണ്ടിൽ നിന്ന് തന്നെയാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ വടംവലിയുടെ കാര്യത്തിലേക്ക് തന്നെ തിരികെ വരികയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ വലിയൊരു അവസരം അവരുടെ മുന്നിലുണ്ട്. എന്നാൽ അതിനൊപ്പം കുറയുന്ന മാർജിനുകൾ അവരെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുന്നു. ഈയൊരു സാഹചര്യത്തിൽ കടങ്ങളില്ലാത്ത ഈ സ്വന്തം സാമ്രാജ്യത്തിന് മറ്റ് എതിരാളികളെ മറികടന്ന് ഭാവിയിലും ഒന്നാമതായി തുടരാൻ സാധിക്കുമോ? ഈയൊരു വലിയ ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ വിശകലനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വരും വർഷങ്ങളിൽ പോളിക്യാബ് ഈ പ്രതിസന്ധികളെ എങ്ങനെ മറികടക്കും എന്നത് തീർച്ചയായും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. ഈ എക്സ്പ്ലെയിനർ കണ്ടതിന് നന്ദി.